എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ വികസിത കേരളം കൺവെൻഷനിൽ നിങ്ങളോടൊപ്പം ഈ കൺവെൻഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു 4-5 ദിവസം മുമ്പെയാണ് ഈ വികസിത് കേരളം ടീം വികസിത് കേരളം എന്ന് ജില്ലാ ഭാരവാഹികളെല്ലാം പ്രഖ്യാപിച്ചത്. അതിനുശേഷം ഇത് 3ാമത്തെ വികസിത് കേരളം കൺവെൻഷനാണ്. അതും മലപ്പുറം വെസ്റ്റിൽ എൻ്റെ 2ാമത്തെ ദിവസം 3ാമത്തെ കൺവെൻഷൻ. നമുക്കെല്ലാവർക്കും അറിയാം, വലിയ ചരിത്രം ഉള്ള ഒരു മണ്ണാണ് മലപ്പുറം. തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ നാടാണ് മലപ്പുറം. എന്നാൽ ഈ വരുന്ന മാസത്തിൽ BJP കേരളത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളൊരു നാടാവും, ഈ ഡിസ്ട്രിക്റ്റ് ആവും മലപ്പുറം വെസ്റ്റ് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എൻ്റെ ഒരു കോൺഫിഡൻസും ഉണ്ട്. എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസിത് കേരളം എന്ന് പറയുമ്പോൾ ഇതൊരു മുദ്രാവാക്യം മാത്രമല്ല, ഇത് പാർട്ടിൻ്റെയും നമ്മളെല്ലാവരുടെയും ഒരു ദൗത്യം, ഒരു ലക്ഷ്യം, ഒരു ഗോൾ ആണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഒരു അഭ്യർത്ഥന, എല്ലാവരും ഈ റൂമിലുള്ള എല്ലാവരും ബൂത്ത് ലെവൽ മുതൽ സംസ്ഥാന സ്റ്റേറ്റ് ഓർഗനൈസേഷൻ വരെ എല്ലാവരും ഈ വികസിത് കേരളം, എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസിത് കേരളം സൃഷ്ടിക്കാൻ പോകുന്ന പാർട്ടിയായിട്ട് മാറണം ഈ നമ്മുടെ BJP കേരളം. NDA കേരളം എന്ന മുന്നണിയും BJP കേരളം എന്ന പാർട്ടിയും. അപ്പൊ ഞാൻ ഈ വികസിത് കേരളം എന്ന് പറയുമ്പോൾ, ആദ്യം പറഞ്ഞപ്പോൾ എന്നോട് ആരോ ചോദിച്ചു, ഒരു മാധ്യമക്കാരൻ, എന്താണ് ഈ വികസിത് കേരളം, എന്തുകൊണ്ട് നിങ്ങൾ ഈ വികസിത് കേരളമാണ് ലക്ഷ്യം എന്ന് പറയുന്നത്? അതിന് ഒരു ഫ്ലാഷ് ബാക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ആ ഫ്ലാഷ് ബാക്ക് 2014 നമ്മുടെ ജനങ്ങളെല്ലാം, ഇന്ത്യ മൊത്തം എല്ലാവരും നരേന്ദ്രമോദിജിക്ക് ഒരു മാൻഡേറ്റ് കൊടുത്തു. എന്തുകൊണ്ട്? 2004 മുതൽ 2014 ഇന്ത്യയുടെ സർക്കാർ, കോൺഗ്രസും ആദ്യത്തെ 5 കൊല്ലം CPM-ന്റെ ഒരു കോalitionആയ UPA അവരെ ഭരണമായിരുന്നു. അടൽ ബിഹാരി വാജ്പേയി വെച്ചുകൊടുത്ത 2004 ഒരു നല്ലൊരു സ്ട്രോങ് ഇക്കോണമിനെ 10 കൊല്ലത്തിൽ കോൺഗ്രസും CPM-ന്റെ UPA സർക്കാർ, ഞാൻ പറയുന്നത് മനസ്സിലാക്കണം, കോൺഗ്രസും CPM-ഉം 2004 മുതൽ 2009 വരെ കോൺഗ്രസിന്റെ പിന്തുണ കൊടുക്കുന്ന പാർട്ടിയായിരുന്നു CPM സെന്ററിൽ. ആ UPA മുന്നണി ഇന്ത്യനെ എന്താക്കി വെച്ചു? എന്തായിരുന്നു നമ്മുടെ സ്ഥിതി 2014? എവിടെ നോക്കിയാലും അഴിമതി. 2G, VIP ഹെലികോപ്റ്റർ, കോൾഗേറ്റ്, ബാങ്ക് ലോൺ, NPA ക്രൈസിസ്, വിലക്കയറ്റം, ഏറ്റവും റെക്കോർഡ് ജോബ്ലെസ്നെസ്, തൊഴിലില്ലായ്മ, തകർന്നു കിടക്കുന്ന ഒരു ഇക്കോണമി. ലോകത്തിൽ 2014 ഇന്ത്യയെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ലോകത്തിൽ IMF-ഉം വേൾഡ് ബാങ്കും പറഞ്ഞ ഒരു ഡിസ്ക്രിപ്ഷൻ, ഏറ്റവും ദുർബലമായ 5ാം നമ്പറത്തെ ഇക്കോണമിയായി ലോകം കാണുന്നു.
അതായിരുന്നു 2014 10 കൊല്ലം കഴിഞ്ഞിട്ട് കോൺഗ്രസ് ചെയ്ത പണി. ഒരു നഷ്ടമായ ദശകം 2004 മുതൽ 2014. അവർക്ക് വികസനമോ ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാനോ അതല്ല അവരുടെ പ്രയോറിറ്റി. അത് അന്നും ആയിരുന്നില്ല, ഇന്നുമല്ല. അവർക്ക് അഴിമതി, ഒരു രാജവംശം അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ അത് നമ്മൾ കണ്ടിട്ടുണ്ട്. 2014 മുതൽ 2024, 25 അതിൽ കൂട്ടിക്കോളൂ, 10 കൊല്ലം ജനങ്ങൾ വിശ്വസിച്ച് നരേന്ദ്രമോദിജിക്ക് ഒരു മാൻഡേറ്റ് കൊടുത്തു. എന്താ നമ്മൾ കണ്ടത്? ആ 10 കൊല്ലത്തിൽ 2014 ദുർബലമായ ഇക്കോണമിനെ അദ്ദേഹം 4ാം നമ്പറിന് ലോകത്തിന്റെ ഇക്കോണമി ആക്കി മാറ്റി. ഇനി അടുത്ത 2 കൊല്ലത്തിൽ അത് 3ാം നമ്പറിന് ഇക്കോണമി ആവും. ഇന്ത്യന്റെ മുന്നിൽ ഇനി ചൈനയും അമേരിക്കയും മാത്രം ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ കഴിഞ്ഞ 10 വർഷത്തിന്റെ ഇന്ത്യ കൈവരിച്ച വലിയ കുതിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ മലയാളികർക്കും അറിയാം, ഇന്ത്യ മൊത്തം എല്ലാവർക്കും, ലോകത്തില് എല്ലാവർക്കും അറിയാം. അപ്പോൾ വികസനം, ഗവർണൻസ്, പുരോഗതി, ഇക്കണോമിക് ഗ്രോത്ത് ചെയ്ത് കാണിച്ച ഒരു പാർട്ടിയും നേതാവാണ് നരേന്ദ്രമോദിജിയും BJP NDA. അതേ സമയത്ത് നമ്മുടെ നാട് കേരളത്തിൽ എന്താണ് നടക്കുന്നത്? എവിടെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ജിക്കും ജനങ്ങൾ ഒരു മാൻഡേറ്റ് കൊടുത്തു 2016. 10 കൊല്ലം, ഇനി 1 കൊല്ലത്തിലാവും, 9 കൊല്ലം കഴിഞ്ഞു. കടമില്ലാണ്ട് സർക്കാരിന് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. ഇത് 9 കൊല്ലം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് കാർഡാണ് ഞാൻ പറഞ്ഞത്. 232 രൂപ ശമ്പളം എടുക്കുന്ന ആശാ വർക്കേഴ്സിന് 100 രൂപ കൊടുക്കാൻ കാശില്ല. KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ല. സർക്കാർ പെൻഷനേഴ്സ് അവരെ പെൻഷൻ വരുന്നത് 6-7 മാസം ഡിലേ ഉണ്ട്. ഒരു ഒറ്റ അടിസ്ഥാന സൗകര്യം എന്തെങ്കിലും കാണിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടോ 9 കൊല്ലത്തിൽ? ഒറ്റൊന്നുമില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അസംബ്ലിയിൽ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് BJP എന്നല്ലോ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അദ്ദേഹം പറയുന്നു, നിങ്ങൾ എന്താണ് ഈ ഹൈവേന്റെ ക്രെഡിറ്റ് എടുക്കുന്നത്? അത് ചെയ്തതാരാ? അത് നരേന്ദ്രമോദിജി, നിതിൻ ഗഡ്കരിജി അല്ലേ? അപ്പൊ അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നു LDF. ഇന്നും തീരദേശത്തെ ജനങ്ങളും മത്സ്യത്തൊഴിലാളികളാണോ കർഷകരാണോ, ഇന്നും അവര് ഏറ്റവും ദുർബലമായ സ്ഥിതിയിൽ ആണ്. എന്നിട്ട് ഇന്നലെ ഞാൻ വായിച്ചു, മീഡിയയിൽ കണ്ടു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 9 കൊല്ലം സെലിബ്രേറ്റ് ചെയ്യാൻ, ആഘോഷിക്കാൻ പോകുന്നു. ഇത് ആരുടെ ആഘോഷ? ആർക്ക് വേണ്ടി ആഘോഷിക്കുന്നത്? ആശാ വർക്കേഴ്സ് ആഘോഷിക്കുന്നില്ലല്ലോ, KSRTC ജീവനക്കാർ ആഘോഷിക്കുന്നില്ലല്ലോ, കർഷകർ ആഘോഷിക്കുന്നില്ലല്ലോ, മത്സ്യത്തൊഴിലാളികൾ ആഘോഷിക്കുന്നില്ലല്ലോ, സർക്കാർ ജീവനക്കാർ ആഘോഷിക്കുന്നില്ലല്ലോ. പിന്നെ എന്ത് ആഘോഷം? എന്തിനു വേണ്ടി ആഘോഷം? ഈ 2016 മുതൽ 2026 കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു നഷ്ടപ്പെട്ട ദശകമാണെന്ന് നമ്മൾ എല്ലാവർക്കും അറിയാം, എല്ലാ മലയാളികൾക്കും അറിയാം. അത് മാറണം. അത് മാറ്റാനാണ് BJP NDA ഒരു വികസിത കേരളം എന്ന് ഒരു കാഴ്ചപ്പാട്, ഒരു വിഷൻ മുമ്പോട്ട് വയ്ക്കുന്നത്. ഇതിലാർക്കും ഒരു സംശയവുമില്ല. ഇന്ന് വികസനം, പുരോഗതി, നിക്ഷേപം, തൊഴിൽ ഇല്ലാത്ത കേരളയിൽ ഇതെല്ലാം കൊണ്ടുവരണമെങ്കിൽ അത് LDFന് അതിന് കഴിവില്ല, അതിന് താല്പര്യമില്ല. UDF എന്ന് പറഞ്ഞത് അവർക്ക്, ഞാൻ പറഞ്ഞ മാതിരി,
നമ്മൾ കണ്ടതാണ്, ഇന്നും കാണുന്നു. കർണാടകയിലും തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലും അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർക്കും കഴിയില്ല. ഒറ്റ പാർട്ടിയുള്ളൂ, ഒറ്റ ഐഡിയോളജിയുള്ളൂ, അതാണ് NDA BJP. അതാണ് വികസിത് കേരളം എന്ന് പറഞ്ഞ കാഴ്ചപ്പാട്. അതാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ദൗത്യം, നമ്മുടെ ഒരു ലക്ഷ്യം. ഇത് കൊണ്ടുവരണം. നമുക്കൊരു പുത്തൻ കേരളത്തിൽ യുവാക്കൾക്ക് തൊഴിലും അവസരങ്ങൾ ഉണ്ടാക്കുന്ന നിക്ഷേപം കൊണ്ടുവരാൻ വരുന്ന ഒരു സർക്കാർ ഉണ്ടാക്കണം. ഇന്ന് നരേന്ദ്രമോദിജി പ്രൈം മിനിസ്റ്റർ ആയി കഴിഞ്ഞിട്ട് ലോകത്തിന്റെ ഏറ്റവും വലിയ വലിയ കമ്പനീസ്, അത് ആപ്പിൾ ആണോ, IBM ആണോ, സാംസുങ് ആണോ, അവരുടെ ഫാക്ടറി എല്ലാം ഇന്ത്യയിൽ അവരുണ്ടാക്കുന്നു. 1000 കണക്കിൽ തൊഴിൽ അവർ ക്രിയേറ്റ് ചെയ്യുന്നു. 1000 കോടി കണക്കിൽ നിക്ഷേപം വരുന്നു. കർണാടകയിൽ ഞാൻ മന്ത്രിയായപ്പോൾ ഒരു വലിയ ഫാക്ടറി സാങ്ഷൻ ചെയ്ത് ഇവിടുന്ന് 600 കിലോമീറ്റർ ദൂരെ ഐഫോൺ ഉണ്ടാക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ഫാക്ടറി, 1000 കണക്കിൽ തൊഴിൽ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ട് കേരളത്തിൽ വരാൻ സാധ്യതയില്ല? UDF LDF ഉണ്ടാവുന്നവരെ അത് വരില്ല. അതുകൊണ്ട് ആ മാറ്റം ജനങ്ങൾ ആവശ്യപ്പെട്ട ഒരു മാറ്റമാണ്. അവർക്ക് വേണം ഈ മാറ്റം, യുവാക്കൾക്ക് വേണം മാറ്റം, കർഷകർക്ക് വേണം മാറ്റം. ആ മാറ്റം BJP NDA കൊണ്ടുവരും. നമ്മൾ കുറച്ച് അധ്വാനിച്ചാൽ ഈ വരുന്ന മാസത്തിൽ അധ്വാനിക്കാൻ സുരേഷ് മുമ്പോട്ട് വയ്ക്കും. നിരാന്ത പരിശ്രമം, ആ വീഡിയോ, ആ ഒരു ലൈന് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ലൈനാണ്. നമ്മൾ പരിശ്രമിച്ചാൽ ജനം ചോദിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ അധികാരത്തിൽ വന്ന് നമുക്ക് കൊടുക്കാൻ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ അതൊന്ന് വികസിത് കേരളം. പിന്നെ ഈ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി, അതിനെക്കുറിച്ച് എനിക്ക് 2 വാക്ക് പറയാനുണ്ട്. കഴിഞ്ഞൊരു 10-20 കൊല്ലമായിട്ട് ഇവിടെ ഒരു നല്ലൊരു പ്രോപ്പഗാൻഡ ഈ UDF LDF തമ്മിൽ ഒരു അലയൻസിൽ BJP ഒരു വർഗീയവാദി പാർട്ടിയാണ്, NDA ഒരു വർഗീയവാദി മുന്നണിയാണ്. ഇതൊരു പച്ചക്കള്ളം നുണയാണ്. 2014 മുതൽ ഇന്ന് വരെ നരേന്ദ്രമോദി ചെയ്ത പദ്ധതികൾ എല്ലാവർക്കും വേണ്ടി, എല്ലാവരുടെ ഒപ്പം ഇംപ്ലിമെന്റ് ചെയ്ത പദ്ധതികളാണ്. അത് ഏത് സമുദായവും ഏത് മതം ആണെങ്കിലും ഇന്ത്യക്കാരാണെങ്കിൽ ആ പദ്ധതി അവർക്ക് എൻടൈറ്റിൽഡ് ആണ്. അപ്പോൾ നമ്മുടെ പാർട്ടി, ഞാനിപ്പോ ആരും എന്നോട് പറഞ്ഞു, നമ്മുടെ ഇന്ത്യൻ മുസ്ലിം ലീഗ് സഹോദരന്മാര് സുപ്രീം കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തിരിക്കുക. IUML represents the interests of Kerala's Muslims. അപ്പൊ അവര് സത്യം പറയാൻ തുടങ്ങിയല്ലോ. അവര് ഒരു സമുദായത്തിന് റെപ്രസെന്റ് ചെയ്യുന്നു, ഒരു സമുദായത്തിന് പ്രവർത്തിക്കുന്നു. ശരി, അതിൽ ഞാനൊന്നും ഫോൾട്ടൊന്നും ഫൈൻഡ് ചെയ്യുന്നില്ല. നമുക്കത് മനസ്സിലാക്കണം. അതേ സമയത്ത് കോൺഗ്രസ് പറഞ്ഞു, ഞങ്ങളുടെ രാജവംശം, ഞങ്ങളുടെ പീഡന രാഷ്ട്രീയം, ഞങ്ങളുടെ വോട്ട് ബാങ്കിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നു. അത് അവർ പറയേണ്ട ആവശ്യമില്ല. മുൻപത്തിൽ കണ്ടല്ലോ, 610 ക്രിസ്ത്യൻ ഫാമിലീസ് 35 കൊല്ലമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാണ്ട് കോൺഗ്രസ് അവരെ വോട്ട് എടുത്തിട്ട് ഇന്ന് അവരെ വഞ്ചിച്ചു. വഖഫ് ബിൽ വരുമ്പോൾ വേണ്ട, ഞങ്ങൾക്കൊരു വലിയ വോട്ട് ബാങ്ക് ഉണ്ട്, നിങ്ങൾ 610 കുടുംബങ്ങളിൽ ഞങ്ങളെ വഞ്ചിക്കാൻ തീരുമാനിച്ചു. ശരി, അപ്പോൾ മുസ്ലിം ലീഗ് പറയുന്നു ഞങ്ങൾ ഒരു സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കും, കോൺഗ്രസ് പറയുന്നു ഞങ്ങൾ വോട്ട് ബാങ്കിന് വേണ്ടി പ്രവർത്തിക്കും. അപ്പോ BJP NDA മാത്രമല്ലേ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി? അതാണ് സത്യം. അപ്പൊ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് നമ്മുടെ ഈ നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ
ഒരു പ്രധാനപ്പെട്ട ഇലക്ഷൻ ആയിരുന്നു. അങ്ങനെ കാണണം, അങ്ങനെ നമുക്ക് പ്രവർത്തിക്കണം. വരുന്ന 2-3 മാസം എത്രയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ഞാൻ പറഞ്ഞ മാതിരി സുരേഷ് ജി മുമ്പോട്ട് വയ്ക്കും. അത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അധ്വാനിച്ച് ഈ വരുന്ന ലോക്സഭയല്ല, ലോക്കൽ ബോഡി ഇലക്ഷനിൽ നമുക്ക് ഒരു വിജയം കിട്ടണം. അധികാരത്തിൽ വന്ന് ഈ പറഞ്ഞ മാറ്റമെല്ലാം കൊണ്ടുവരാൻ നമുക്കൊരു അവസരം കിട്ടും. അവസാനം പറയാനുള്ളത് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ സംസ്ഥാന പ്രസിഡന്റായി ചുമതല എടുത്തപ്പോൾ എന്നോട് എത്രയോ ചോദിച്ചു, ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ, ചിന്തിച്ചോ, ഇത് ആദ്യം എക്സ്പെക്റ്റ് ചെയ്തോ? അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, എന്നോട് എൻ്റെ ലീഡർഷിപ്പ് പറഞ്ഞു, ഇതൊരു ചുമതലയാണ്, ഇത് ഉത്തരവാദിത്വമാണ്, പാർട്ടിന് മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ എനിക്ക് പറയാനുള്ളത് ഒരു 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 വലിയ കാര്യമാണ്. വികസിത് കേരളത്തിന് വേണ്ടി, നമ്മുടെ പാർട്ടിക്ക് ജയിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരെ എല്ലാവരെയും ഞാൻ നേതാവാക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. കേരള നാട്ടിലെ സംസ്ഥാന പ്രസിഡന്റായി എൻ്റെ ഏറ്റവും വലിയ ചുമതല, ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി താങ്കളെല്ലാവരെയും സക്സസ്ഫുൾ ആക്കാനും ജയിപ്പിക്കാനും ആണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ, എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ വികസിത് കേരളം സൃഷ്ടിക്കണം. ജനങ്ങൾക്ക് അത് വേണം, മാറ്റം കൊണ്ടുവരണം. എന്നിട്ട് ഈ പ്രോഗ്രാമിൻ്റെ ലൈന് പറയുന്ന മാതിരി മാറാത്തത് ഇനി മാറണം എന്ന് ഇത് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി, ഭാരത് മാതാ കി.